ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ ചെയ്ത് കാണിക്കുന്നത് ഒരു നാടൻ മീൻ ഉലത്തിയതാണ്. ചൂരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോവുക. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി, പച്ചമുളക്, സബോള, തക്കാളി. ഇനി ഞാനിവിടെ മീൻ ചൂരയാണ് എടുത്തിരിക്കുന്നത്. ചൂര ഞാൻ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫിഷ് മസാലയാണ്. ഫിഷ് മസാല ഒരു 3-3.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മീനിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചൊറുക്കയാണ്. നല്ല നാടൻ ചൊറുക്കയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ ചൊറുക്കയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൊറുക്ക ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീൻ ഉലത്താണ് ഇവിടെ ചെയ്യുന്നത്. മീൻ ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചൊറുക്ക ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയും ചൊറുക്കയും ഒക്കെ കൂടി ഒന്ന് അങ്ങോട്ട് ചേർത്ത് തിരുമ്മുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. പിന്നെ നമുക്ക് ഇതൊരു 1.5 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നന്നായിട്ട് പരമാവധി കൈ കൊണ്ട് തന്നെ ഇതുപോലെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. കൈ കൊണ്ട് ചെയ്താലാണ് അതിന് നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളൊക്കെ മീനുമ്മ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എത്ര നേരം കൂടുതൽ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണോ അത്രയും മസാല നമ്മൾ ഇട്ട് കൊടുത്തതൊക്കെ മീനുമ്മ നന്നായിട്ട് പിടിക്കും. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നമ്മൾ ഉലത്താണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് ഒരു 3-4 ടേബിൾ സ്പൂണല്ല 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് ചിറ്റിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ എടുത്ത് വെക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്താലും നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളിയും ചതച്ച് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളക് നീളത്തിൽ ഇതിലേക്ക് കീറിയിടണം. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. തക്കാളി, സബോള, നമ്മളിനി എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തക്കാളി, സബോള ഇതൊക്കെ എല്ലാനും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത സബോളയും തക്കാളി എല്ലാനും ഒന്ന് നന്നായിട്ട് പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്ത ഉപ്പും എല്ലാ ഭാഗത്തും എത്താനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കാവുന്നതാണ്. കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ്
മൂടി വയ്ക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കുക. അപ്പോൾ സബോളയും നമ്മൾ ഇട്ട് കൊടുത്ത ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നേരത്തെ നമ്മൾ മീൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കാം മുളക് പൊടി. പിന്നെ ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. ഫിഷ് മസാല ഇപ്പോൾ നമുക്ക് ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഒരു 4-5 ടീസ്പൂണൊക്കെ ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവ് ഇവിടെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇട്ട് കൊടുത്ത പൊടികളൊക്കെ നന്നായിട്ട് വഴണ്ട് വരാനായിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 3 മിനിറ്റ് മൂടി വയ്ക്കാം. ഞാൻ കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുടപ്പുളി നമുക്ക് ഫസ്റ്റ് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ ചവർപ്പ് പോലുള്ളൊരു ഇതുണ്ടാവും, അതൊന്ന് കഴുകി കളഞ്ഞിട്ട് വീണ്ടും വെള്ളത്തിലിട്ട് വെച്ച് മൂടി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളവും പിന്നെ ഒരു 2 കഷ്ണം പുളിയും കൂടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്ത പുളി മുകളിൽ തന്നെ കിടക്കരുത്, അതൊന്ന് മീനിൻ്റെ ഇടയിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോഴാണ് ആ മീനിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത പുളിയും ഒക്കെ നന്നായിട്ട് പിടിക്കണം. പുളി ഒഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ നമ്മൾ മീൻ വെന്തിട്ടില്ലല്ലോ, ഇപ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുത്തല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കൊന്ന് ഇതുപോലെ ഇളക്കിയിട്ട് പതുക്കെ ഒന്ന് പൊക്കി ഇളക്കി നമ്മൾ ഇട്ട് കൊടുത്ത പുളി എല്ലായിടത്തും ആവാനായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്ത് ഉപ്പും കൂടി ഒന്ന് മിക്സ് ആവാനായിട്ട് ഒന്നും കൂടി ഇതുപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് മതിയാവും. ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചു. ഇപ്പോൾ നമ്മുടെ മീൻ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ കയ്യിൽ വെച്ച് ഇളക്കരുത് കേട്ടോ. ഇനി ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ ചിലപ്പോൾ പൊടിഞ്ഞു പോവും. ഇതുപോലെ പിടിയുള്ള പാത്രമാണെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് തന്നെ പാത്രം ഒന്ന് ഇങ്ങനെ ചിറ്റിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇളക്കാൻ പാടില്ല കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 മിനിറ്റ് കൂടുമ്പോൾ ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാവുന്നതാണ്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ അതൊക്കെ. ഇപ്പോൾ നമ്മുടെ ചാറൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത പുളിവെള്ളം ഇല്ലേ, പുളിവെള്ളമാണ് നമ്മൾ ചേർത്തിട്ടുള്ളൂ, വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പുളി മിനിമം നന്നായിട്ട് പുളി പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇതുപോലെ ചിറ്റിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്ത പുളിവെള്ളം ഇതിൽ തന്നെ കിടന്ന് പറ്റി വരണ്ട് വരണം. ശരിക്കും നമ്മൾ ഒഴിച്ചു കൊടുത്ത പുളിവെള്ളം വറ്റി വന്ന് നല്ലോണം വരണ്ട് വന്ന് കഴിയുമ്പോൾ നമ്മുടെ മീനൊലത്ത് റെഡിയാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. അതുവരേക്കും ബായ്.